വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതിനു മുമ്പ് ഈ ഒരു വലിയ എൻ്റെ മോൻ്റെ വീടാണ്, അതുകൊണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗായ്സ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിരിക്കണേ. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി ഓജൊക്കെ റെഡി ആയിരിക്കണാണ്. ഇന്ന് സൈക്കിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് എന്ത് സ്പെഷ്യൽ ഡേ ആണെന്ന് ബേബി വന്ന് പറയൂ. നമ്മൾ ഹോൾ ഫാമിലി റെഡിയാണ്. ആൻഡ് ബൈ ദ വേ നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ മാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻ്റെ മാരേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തു പോകണതാണ്. ആ കാര്യം എന്താണ് ഏതാണെന്നൊക്കെ പറയാം. നമ്മുടെ കൂടെ റിട്ടേൺ വരുമ്പോൾ മമ്മ വന്നിട്ടുണ്ട്. മമ്മ അതിന് വേണ്ടി തന്നെ വന്നാണ് നമ്മുടെ കൂടെ. അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് മമ്മ. അപ്പോൾ സോനും മമ്മ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ബേബി വന്നിട്ട് ആ കാര്യം ഒന്ന് റിവീൽ ചെയ്യട്ടെ. അപ്പോൾ ഇപ്പോഴാണ് ആ കാര്യത്തിന് നമ്മൾ പോണേ. അപ്പോൾ എന്താന്ന് പറയാൻ വേണ്ടി എവിടെ മുതലാളി കാണുന്നില്ലല്ലോ. കെട്ടിയോ ലാസ്റ്റ് മൊമെന്റ് ടോയ്ലറ്റ് പോയി. സോനും മമ്മനൊക്കെ കാണിച്ചു തരാം. ഇവിടെ വരൂ പുറത്ത് വരൂ. സോനൊരു കയ്യിൽ കെട്ടൊക്കെ പിടിച്ചോണ്ടിരിക്കുക. ഇന്നത്തെ കാര്യത്തിന് ആവശ്യമുള്ള കെട്ട് ഇല്ല, കറക്റ്റ് നല്ല ലൈറ്റ്. അപ്പൊ മമ്മ ഒക്കെ എത്തിയിട്ടുണ്ട്. മമ്മ ഫുൾ എന്താണ് ഇത് ബ്ലാങ്കറ്റ് പൊതിഞ്ഞ പോലെ ഷോളൊക്കെ പൊതിഞ്ഞിരിക്കും. ഫ്ലവർ നോക്കി, ഫ്ലവർ നല്ല രസമല്ലേ. ഓ വെയിലാണ് ഗൈസ്. രണ്ട് ആൺപിള്ളേർ. ഓ നോ ആൺപിള്ളേർ. ഇതിന് എണിപ്പിച്ച അപ്പൊ തന്നെ കുളിപ്പിച്ചിറക്കിയതാ. ഇതിന് ഒരു ബോധമില്ലാത്ത തോന്നല. ബെഡിൽ നിന്ന് എണിച്ച് എന്നെ നോക്കണുണ്ടായിരുന്നു. ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് റെഡിയായി. അവന് നല്ല ഉറക്കമായിരുന്നു. ഇപ്പോഴേ എണീറ്റത്. അപ്പൊ ഞാൻ അവനെ പെട്ടെന്ന് എണിച്ചപ്പോ അവന് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കണായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അവനെ മുതലാളി വന്നാച്ച് കാര്യം ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് പോലെ റിവീൽ ചെയ്തത്. എന്താണ് ഇന്നത്തെ കാര്യം? ഓൾറെഡി ഇവര് റിവീൽ ചെയ്തിട്ടൊക്കെ വെച്ചേക്കണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ സൈഗുന്റെ, അതായത് എന്റെ മൂത്ത മോന്റെ സുന്നത്ത് കല്യാണം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് അതിന്റെ ചടങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ചടങ്ങ് തീർത്തു വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഫംഗ്ഷൻ ഇൻഷാല്ലാ നമ്മൾ അടുത്ത മാസം, കാരണം ഈ പഠിപ്പിച്ചിട്ട് ഒരു 3-4 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ ക്ലാഷ് ആവും. അതുകൊണ്ടിട്ട് നമുക്ക് ഡേറ്റ് കറക്റ്റ് എല്ലാവർക്കും വരാൻ വേണ്ടിയുള്ള ഒരു ഡേറ്റ് കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു ചടങ്ങ് തീർത്തു വെച്ചിട്ട് അത് പിന്നെ ഫുള്ള് റിക്കവർ ആയി എല്ലാം ഓക്കെ ആയിട്ട് ഞങ്ങളൊരു ഇൻഷാല്ലാ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും ഫ്രീ ആകുമ്പോഴത്തേക്ക് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ഓൾറെഡി അമ്മ വന്നേക്കുന്നത്. നമ്മുടെ കൂടെ തന്നെ മാംഗ്ലൂർ ഒരു ഫംഗ്ഷൻ പോയപ്പോഴത്തേക്കും കൂടെ അതെ ഏപ്രിൽ 18 ഓക്കെ. അപ്പൊ അവിടെ അജീത്ത റഫീഖയൊക്കെ കറുവപ്പള്ളിയില് ഒരു ക്ലിനിക്കിലാണ് നമ്മൾ ചെയ്യണത്, ഒരു ഹോസ്പിറ്റലില്. അപ്പൊ അവിടെ അജീത്ത റഫീഖയൊക്കെ റെഡിയായി നിൽക്കേണ്ടത്. ഞങ്ങളിപ്പോ അവിടെ ആയിട്ട് ഒരു 9-9:15 ഞങ്ങൾ എത്തണം. അത് മാത്രമല്ല, ഇത് സൈഗുന്റെ സുന്നത്ത് നമ്മളിപ്പോ ചെയ്യാൻ പോവും. അപ്പൊ ഇത് വീഡിയോ കാണുമ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും സൈഗുന് പെട്ടെന്ന് റിക്കവറിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ക്യൂട്ടി പയ്യ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ബ്രേവ് പോയിട്ടോ നിൽക്കുന്നത്. എല്ലാവരും അവിടെ സ്പീഡ് റിക്കവറിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓക്കെ ഓക്കെ അല്ലേ സൈഗു? ഫുൾ സെറ്റ് അല്ലേ? പേടിയുണ്ടോ? ഇത്തിരിയല്ലേ ഉള്ളൂ, കുറച്ച് ഇത്തിരി ഉള്ളൂ. അതൊക്കെ ശരിയാവും. ഓക്കെ എല്ലാം ഓക്കെ. എവിടാ ഒരു പേടിക്കാനൊന്നുമില്ല, ഫുൾ സെറ്റാണ്. ഓക്കെ നമുക്ക് വണ്ടിയിലേക്ക് കയറേണ്ടത്. സുനു അടുത്ത് വന്നോളൂ. സുനു ഇപ്പൊ വരും. ബക്കേരിക്കല്ലോ സുന്നത്ത് മംഗല ചെയ്യാന്ന് നമ്മൾ എന്നോട് സൈഗുന്റെ അടുത്ത് ചെയ്തപ്പോ തന്നെ സൈഗു സമാധാനം കൊടുക്കാത്തത് സോറനാണ്. ഉമ്മി എന്താ രാത്രി ഫുള്ള് എങ്ങനെയായിരിക്കും? അങ്ങനെ മരവിപ്പിക്കോ? ഫുള്ള് കഥ പറച്ചല്ലേ. അപ്പൊ ഞാൻ സൈഗിനോടല്ല, സൈഗു ഞാനും ഇത് ആദ്യമായിട്ടാണ്, എനിക്ക് അറിഞ്ഞൂടതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല എനിക്ക്. ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതല്ലാതെ എങ്ങനെയാണ് ഏതാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ കേട്ടനുസരിച്ച് കുഴപ്പമുണ്ടാവൂല. എല്ലാ പിള്ളേരും ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോ അജീത്തയുടെ അവിടെ ഇപ്പൊ ഏതോ കൊച്ചിന്റെ കഴിഞ്ഞെന്ന് പറഞ്ഞ ആ കൊച്ചു ഓടിച്ചാടി നടക്കണേരുന്നു. അങ്ങനെ കൊറേ പറഞ്ഞിരിക്കില്ല. രാത്രി ഇത് തന്നെ പറയണം. ബൈക്കേട്ടാണ് നമ്മള് ചിലപ്പോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ നല്ല മരയിപ്പിക്കണ മരുന്ന് അങ്ങനെ എങ്ങനെ ആയിരിക്കും. ആണോ എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു, മരയിപ്പിച്ചാ മതി. ഞാൻ എന്നാ അങ്ങനെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് രാവിലെ എനിക്ക് ചെയ്യണ്ട, ഞമ്മള്
സൈകു രാത്രി മൊത്തം ഞാൻ കഥയൊക്കെ ഇരുന്ന് പറഞ്ഞു തന്നില്ലേ, ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിരിക്കും, എല്ലാ പിള്ളേരും ചെയ്യണില്ലേ, അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി. നല്ല ബയ്യാവാൻ പോണം സൈക്കു. ഇതുപോലെ തന്നെ മാതൃക അല്ല, നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ച് എബ്രുവിനും മാതൃക കാണിച്ചു കൊടുക്കാം. ബയ്യടെ നോക്കും, ബയ്യടെ അല്ല ഇവന്റെ സമയം പറയുന്നത് ബയ്യടെ വീഡിയോ എടുത്ത് നോക്കിയേ, ബയ്യൊക്കെ ഉണ്ടായിരുന്നു ടെൻഷൻ. അന്ന് ഒന്നുകൂടെ ബയ്യൊക്കെ തന്നെ ബേബി പറയണായിരുന്നല്ലോ ഇവരൊക്കെ എന്തൊക്കെയോ പറയുമ്പോ ലൈക്ക് കൊറേ ഇങ്ങനൊക്കെ പറയുമല്ലേ, എനിക്ക് വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ പൂട്ടണം അങ്ങനെയൊക്കെ. അതെല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ബേബി പറയണം നമ്മള് ചെറുപ്പത്തിൽ അങ്ങനെ പറയും, ബേബിക്ക് നൊസ്റ്റ് അടിച്ചപ്പോ. അപ്പൊ അതായത് ഈ ഒരു സുന്നത്തില്ലാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കൊക്കെ എന്റെയൊക്കെ ചെറുപ്പം ഓർമ്മല്ലേ. എന്നെയും എന്റെ രണ്ടിക്കാമാരെ ഞങ്ങള് മൂന്ന് അമ്മക്കളെ ഒന്നിച്ചാണ് ചെയ്തത് ഒറ്റ ദിവസം. അത് വലിയ ഫംഗ്ഷൻ ആയിരുന്നു. വലിയ ഫംഗ്ഷൻ മീൻസ് ഞങ്ങള് അതായത് ഞങ്ങളുടേതായ രീതിയിലുള്ള വലിയ ഫംഗ്ഷൻ. ഞങ്ങളുടെ കസിൻസിനെ എല്ലാവരും വിളിച്ച് വീട്ടിൽ പന്തലൊക്കെ ഇട്ട് ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കണ പോലെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ മുറ്റത്തിങ്ങനെ കളിച്ചോണ്ടിരിക്കുക. എനിക്കെന്താ 3 വയസ്സോ 4 വയസ്സോ എന്തോ ഉള്ളൂ. പക്ഷെ എന്നാലും അത് മറക്കാനാകാത്ത ഒരു അനുഭവം കാരണം നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അത് മാത്രം ഓർമ്മയുണ്ട്. എന്താണെന്നറിയില്ല, ആ വയസ്സിലുള്ള ആ ഒരു പ്രായത്തിലുള്ള ആ ഒരു കാര്യം മാത്രം എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അപ്പൊ മുറ്റത്ത് കളിച്ചിട്ടിരിക്കുമ്പോ ഓടി ആരാണ് മാമാന്റെ മക്കൾ ആരോ എന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്ന് വിളിച്ച് പൊക്കിക്കൊണ്ട് പോയതാ. പോകലും കണ്ട് ഇങ്ങനെ എല്ലാരും കൂടെ പിടിക്കലൊക്കെ കണ്ട് കണ്ണുപൊത്തനെ കണ്ട് കഴിഞ്ഞ്. അന്ന് നമ്മ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ അതൊന്നുമില്ല, എല്ലാം പച്ചക്കള്. അന്ന് ഒരു അവസ്ഥാനുണ്ട്, അവസ്ഥാനം എന്നാണ് പറയണത്, പുള്ളിക്കാരനാണ് ചെയ്തത് പച്ചക്ക്. പിന്നെ അപ്പൊ ഞാനൊരു നിലവിൽ കരച്ചിലും ബഹളമൊക്കെ തുടങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്നെ ബെഡിൽ കൊണ്ടൊക്കെ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ രണ്ടിക്കവർ അപ്പുറം തന്നെ എന്നെക്കാട്ടി വലിയ കരച്ചിലും ബഹളം അവരെ കഴിഞ്ഞിട്ടിരിക്കണ്. അത് കണ്ടപ്പോ ഒരു സമാനം, ഓ ഭാഗ്യം കൂട്ടിട്ട്. അപ്പൊ ഉമ്മായും ഭയങ്കര കരച്ചിലും, ഉമ്മ ഭയങ്കര കരച്ചിലും. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ. ഉമ്മായും പെങ്ങന്മാരൊക്കെ കരച്ചിലും. എന്നിട്ട് അവർക്ക് പേടി. ഞങ്ങൾ 3 മക്കളല്ലേ സുന്നത്ത് കഴിപ്പിച്ച് കിടത്തിക്കണം. 3 ഭയങ്കര കരച്ചിലല്ലേ. അപ്പൊ ഉമ്മ കൊണ്ടുവന്നിട്ട് പ്ലേറ്റിൽ ബിരിയാണി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉരുട്ടി വാരി തരാൻ വേണ്ടി ഓക്കണം ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ ചെറിയൊരു ഗ്ലിൻസ് പോലെ ഇങ്ങനെ ഓർമ്മ. അപ്പൊ അതൊക്കെ. പിന്നെ ആ സൈവിന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളെയൊക്കെ പണ്ട് ഇത് മരവിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല, എല്ലാം പച്ചക്കാർന്ന്. ഇതിനൊക്കെ കുഴപ്പമില്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ ടെൻഷൻ അടിക്കാനല്ല, അതുകൊണ്ട് പേടിക്കാനും വേണ്ട, ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു സൈക്കോ ദീദി ഇരിക്കണ തൊട്ടപ്പുറത്ത്. സൈക്കോ ദീദി ഷോളിട്. സൈക്കോ ദീദിനെ കാണിച്ചുതരാം. സൈക്കോ ദീദി 2 ദിവസമായിട്ട് അവനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, പുറകെ നടന്നിട്ട് നമ്മളൊക്കെ സമാനിപ്പിക്കല്ലേ ചെയ്യണം, ഒന്നുമില്ല. ആ സുനു പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട്, നല്ല വില ഉണ്ടാവും കണ്ടോടാ. അതായത് ഇവര് അവരോട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദേഷ്യങ്ങള് ഇതും പറഞ്ഞിട്ടാണ് തീർത്തോണ്ടിരിക്കുന്നത്. അല്ല സുനു, സൈക്കോ ദീദി. ഓ എന്താണെന്ന് അങ്ങനെ നോക്കാം. ഈ സൈക്കോ ദീദി ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് സുനുവിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇതൊക്കെ സുനു ഇങ്ങനെ വായന വരുന്നെങ്കിൽ അവൻ അപ്പഴേ എന്താക്കുന്നുള്ളൂ. പക്ഷെ അവനെന്തെങ്കിലും വിഷമമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കാട്ടി വലിയ വിഷമവും. ഓക്കെ, ഇൻഷാല്ലാ അവിടെ ആയിട്ട് എല്ലാരും വെയിറ്റിംഗ്. അതായത് ഞാൻ ഇന്നലെ തന്നെ ഞങ്ങളുടെ കസിൻസിനെ എല്ലാരും വിളിച്ച് വിവരം പറഞ്ഞു. ഇന്നലെ അല്ല, 2 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞു. പെങ്ങന്മാരെയും ഇക്കാമാരെയും സിസ്റ്റർ എല്ലാരും വിളിച്ചിട്ട് അതെന്നെ പറഞ്ഞു, പെങ്ങന്മാരെന്ന് സിസ്റ്റേഴ്സ് വിളിച്ച് വിവരം പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ എല്ലാവരുടെ നമ്മളൊരു പെർമിഷൻ ചോദിക്കലുണ്ടല്ലോ, അത് നമ്മൾ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഫംഗ്ഷനായിട്ട് നമുക്ക് ഇൻഷാല്ലാ എല്ലാവരും ഫ്രീ ആകുമ്പോഴത്തേക്കും ഫുൾ റിക്കവർ ചെയ്യാൻ ശേഷം നമുക്ക് ഗ്രാൻഡായിട്ട് നടത്താം. അപ്പൊ വിളിക്കുമ്പോഴത്തേക്ക് എല്ലാരും വരണം, അങ്ങനെയൊക്കെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മൾ മാത്രം പോയിട്ട് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചിട്ട് അജിത്തായൊക്കെ കൂടെ തിരിച്ച് അജിത്താക്കും കൂടെ വന്നുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നല്ല രീതിയിൽ നടക്കട്ടെ. അപ്പൊ എല്ലാരും ദുആ ചെയ്യാം, എത്രയും പെട്ടെന്ന് റിക്കവർ ആകാൻ. നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. എന്നിട്ട് സൈഗുനെ കാണിക്കാം. എല്ലാരും എക്സൈറ്റ്മെന്റ് ആണ്, ഞങ്ങളും അല്ലേ? അതെ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മെയിനായിട്ട് വ്ളോഗായിട്ട് ചെയ്യണതിന്റെ കാരണം ഇതൊക്കെ ഒരു മെമ്മറിയാണ്, മനസ്സിലായ മക്കൾക്കാണെങ്കിലും വലുതാകുമ്പോഴത്തേക്ക് ഇത് കാണാം. ഇതൊക്കെ ഒരു മെമ്മറിയാണ്. ആ മെമ്മറി എപ്പോഴും നമ്മുടെ വീഡിയോയില് എന്താ പറയാ നമ്മുടെ ചാനലിൽ അവിടെ കിടക്കണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞിലെ മുതലേ കാണുന്നതാണ് സൈഗുവിനെ, നിങ്ങളെല്ലാവരും സൈഗുവിനെ അബ്രുവിനെ ഞങ്ങളെ വളർച്ച. അപ്പൊ അവരുടെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങളും അറിയണം എന്താ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാരും ചോദിക്കാറുണ്ട് കമന്റിൽ ഇതേപോലെ സൈഗുവിന്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ചോദിക്കുന്നതായിരിക്കും ഇതൊരു
എന്താ പറയാ മറുപടിയും കൂടിയാണ്. അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫംഗ്ഷനും ഞങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്ത് കാണിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വെൽക്കം ചെയ്യാൻ വേണ്ടി ദാദി ഒന്നുമില്ല കൊട്ടിയായില്ലേ നാണക്കേട്. അതിന്റെ ഷായിബ് മോനാണ് ഇത്. ബൈനെ കാണിക്കാൻ മുന്നേനാ തക്കട് അറിയാമമ്മ, അറിയാം, എല്ലാരും അറിയാം. നല്ല ആളാണ്. നോ നോ ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച്. ഉഷാറായല്ലേ? പൊളിച്ച് ഇന്നലെ വന്നേനെ. അതിന്റെ മൊബൈൽ ഗെയിം കളിച്ചോ? ഗെയിം കളിച്ചോ? കളിക്കണ്ട. അവിടെ ഇങ്ങനെ മരവിച്ച് ഒന്നും അറിയില്ല മുത്തേ, ഒന്നും അറിയില്ല. ഉമ്മി മച്ചൂമ്മി എല്ലാരും നിൽക്കും. ഞങ്ങള് എല്ലാരും കേട്ടൂന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും കേട്ടൂലേ? സ്ക്രാച്ചാ ഉണ്ട് അതില്. എല്ലാരും കേട്ടൂന്ന് പറഞ്ഞു. എവിടെ പോയി ഒരാള് ഫുള്ള് റോം ചെയ്യാം. ഒരു കരച്ചിലൊക്കെ പാസ്സാക്കി. ദാദിനെ കണ്ടപ്പോ പൊട്ടി. എമോഷൻസ് ഒക്കെ പുറത്തു വന്നു ദാദിനെ കണ്ടപ്പോ. എന്നാലും മൊബൈൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. ചെറിയൊരു ഗെയിം കളിക്കാം. ഇല്ല ഇല്ല ദീദി 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 എന്ത് പറഞ്ഞു? ദീദി ദീദിക്കൊന്നും അറിഞ്ഞുകൂടാ മോനെ. പെട്ടെന്ന് തീരും. ഈ ഒരു 10 മിനിറ്റ് നീ കരയാതിരുന്നാല് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കരയാതിരുന്നാൽ പെട്ടെന്ന് തീരും. ഇതെന്ന് ഞാനല്ലോ ഇല്ല ഇപ്പൊ ചെയ്യലല്ല. സംസാരിക്കട്ടെ ഡോക്ടർ, നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യേണ്ടത്. നീ കരയാതെ ആദ്യം സംസാരിക്കാൻ പേടി ആദ്യം. ഗൈസ് അങ്ങനെ സൈബിനെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല കരച്ചിലാണ്. സങ്കടം വന്നിയോനെ കരച്ചിൽ കേട്ടിട്ട്. നമുക്ക് തന്നെ ടെൻഷൻ ആവുന്നുണ്ട്. മരവിപ്പിച്ചിട്ട് ചെയ്യണം. പക്ഷെ അവന് ഭയങ്കര പേടിയാണ് എല്ലാ കാര്യത്തിലും. പാവം ചെറുതല്ല. എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ഹേർട്ടാവുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുപോയാൽ മതി. നല്ല കരച്ചിലാണ്. അപ്പോൾ ബേബി പോയിട്ടുണ്ട് ഉള്ളില്. ചെയ്ത് വരട്ടെ. സ്ട്രെസ്സാണ്. എനിക്ക് സംസാരിക്കാൻ പോയി പറ്റുള്ളൂ. ഞാനിങ്ങോട്ട് വന്നു. അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കരച്ചിലിൻ്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കാണാം. ഗൈസ് അങ്ങനെ സൈഗുടെ സുന്നത്ത് കഴിഞ്ഞു. ഹാപ്പിയാണ് ഇപ്പം എല്ലാവരും. സൈഗിനെ കാണിക്കാം. സൈഗിനെ വേറൊരു കുട്ടിയുടെ നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫാമിലി ഒക്കെ ഒന്ന് സൈഗിനെ കാണാൻ വേണ്ടി വന്നത്. നല്ല ക്യൂട്ടുണ്ട് സൈബ. ഇത് ചുറ്റിട്ട് ഷുനിന് വയ്യ. സ്റ്റൊമക്ക് അപ്സെറ്റ് ആയി. ഇന്നലെ നമ്മൾ നല്ലോണം ബ്രോസ്റ്റഡ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഷീസ് നോട്ട് ഫീലിംഗ് ഗുഡ്. നമ്മ ഫുള്ള് പുറത്തൊക്കെ ആയിരുന്നു. പുറത്തേക്ക് കൾച്ചർ അടിച്ചിട്ടുണ്ട്. അതന്നെ എന്റെ കൾച്ചർ വെച്ചിട്ടാണ്. ഇതാണ് ഡ്രസ്സ് സൈകൊണ്ടേനി. കുറച്ചു കാലത്തേക്ക് ഇതാണ് ഡ്രസ്സ്. സൈഗിനെ കാണിക്കട്ടെ. ഞാൻ സുബോയുടെ കാണിക്കട്ടെ. നോക്കട്ടെ കെട്ടിയതൊക്കെ.
ഇങ്ങനെ കെട്ടും ക്രോസ്. അടിപൊളി. ഓക്കെ അല്ലേ സൈഗോ? സുന്നത്ത് കഴിഞ്ഞ് ക്യൂട്ടിഫൈഡ് സുന്നത്ത് കഴിഞ്ഞ് അറിഞ്ഞ ചെയ്യുമ്പോ അറിഞ്ഞ അല്ലേ? ജസ്റ്റ് കാര്യം അല്ലേ? ബലം മേടിക്കണ്ട, റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ഓക്കെ, ബിരിയാണി ഒക്കെ കഴിക്കണം, പൊളിക്കണം. ഇനി ഫുൾ റെസ്റ്റ് ആണ് സൈഗുന്. ചില്ലാണ് ഉമ്മച്ചി റൂമിൽ കിടന്നിട്ട് അല്ലേ? ഓ നമ്മളെല്ലാരും ടെൻഷൻ അടുപ്പിച്ച് കല സോനു സ്ട്രെസ്. അല്ല, ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അറിയുള്ളൂ, ബാക്കി അറിയുള്ളൂ. അല്ലാണ്ട് നമുക്കിങ്ങനെ നെഞ്ചിപ്പൊക്കെയാണ്. നമുക്ക് സുസാപ്പിയല്ലേടാ. മുരിക്കും വരൂല, ബിക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കുമല്ലോ. വേണ്ട വേണ്ട അങ്ങനെ കിടന്നു. കാലുവാണെങ്കിൽ ഇങ്ങോട്ട് കാലൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നോ അമ്മച്ചിയുടെ മടിയിലട്ടാ. ഒരുപാട് ഇത് കൊടുക്കണം. ഒന്ന് ബാക്കോട്ടൊക്കെ ഫോൾഡ് ചെയ്തു. സീറ്റൊക്കെ അഡ്ജസ്റ്റ് ആക്കിക്കോ ഗൈസ്. അങ്ങനെ നമ്മൾ വീടെത്തി. വണ്ടിയില് നല്ല കരച്ചിലായിരുന്നു ആള്. അതിന്റെ പവറൊന്നും പറയണ്ട. അതിന്റെ മരവിപ്പ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വേനെടുക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര കരച്ചില്. ഇപ്പൊ ബെഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ആക്കി നമ്മൾ അവനെടുക്കാൻ പോണം. ഇരിക്കണുണ്ട കുഞ്ഞാമ്പിലെ. കുഞ്ഞു വാവ, ഞങ്ങള് കുഞ്ഞു വാവ, നമ്മളെ കുഞ്ഞു വാവ. അടുത്ത വർഷം അവൻ ചിരിക്കണേ ഫുഡോക്കി. സോനോ ജൈഗനെ കണ്ട് ചിരിക്കണ്. കറക്റ്റ് പോസ്റ്റിൽ കൊണ്ടിരുന്നത്. എബുനെ ഒരു കാരണവശം പെട്ടി കേട്ടായിരുന്നു കേട്ടാ. ആ ശരിയാ. ടോയ്ലറ്റിലേക്ക് പോകാനൊക്കെ അടുപ്പിച്ചിരുന്നല്ലേ. തുറന്നു കിടന്നോ മോനെ, തുറന്നു വെച്ചോ. കാറ്റ് കൊണ്ടിത്തിരി ഓൾ സെറ്റാണ്. കരയല്ല കേട്ടാ, റിലാക്സ് ആയിട്ട് കിടന്ന് ഉറങ്ങിക്കോ. കാലാറ്റി വെക്ക്, കാലാറ്റി വെക്ക്, വൈഡാക്കി വെക്കണം. റിലാക്സ് ആയിട്ട് ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. അതെന്തിനാന്നറിയോ? ആ മതലൊട്ടിക്കണ ക്ലിപ്പില്ലേ, ഞാൻ സെറ്റ് ചെയ്തു. നീ നോ എൻട്രി, നിനക്ക് നോ എൻട്രി. ഭയ്യൊക്കെ കേറാൻ നോക്കേ. ബേബി വന്നിട്ട് ഫുള്ള് സെറ്റപ്പ് ഒക്കെ ആക്കി. ജൈഗന് പൊതച്ച്, ജൈഗൻ നാണം വണ്ണി, പുതിയാമ്പിലേക്ക് നാണം വണ്ണി. ഉറങ്ങിക്കോട്ടാ, റെസ്റ്റ് എടുത്തോ. നല്ല ഡാഡൊക്കെ സെറ്റപ്പ് ആക്കിട്ട് ട്രഡീഷണൽ വേ ഫുള്ള് അല്ലേ? അല്ല, സുന്നത്താകുമ്പല്ലേ ഇങ്ങനെയല്ലേ ചെയ്യണം. ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ കാണിക്കണല്ല. ജോലി ഫുൾ കമ്പനി. നല്ലുണ്ട് മാഷാഅല്ലാ. ഇനി ജൈഗോന്റെ ഫംഗ്ഷനാണ് നമുക്ക് വിളിക്കണ്ടേ. ഇവരെ നോക്കട്ടെ ഇടക്കിടക്ക്. റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ നോ ബാ, നമുക്ക് പോവാ. ഗൈസ്, അപ്പോ എല്ലാരും ചോദിക്കണേ എവിടെ കഴിഞ്ഞ. അപ്പൊ നമ്മള് സൈഗുണ്ടെ സുന്നത്തൊക്കെ കഴിഞ്ഞ് നല്ല ബിരിയാണി ഒക്കെ ഇവർ കഴിച്ചു. ഞാനെന്നിട്ട് നല്ല ഉറക്കമൊക്കെ ഇറങ്ങി.
ഇപ്പൊ സമയം 6:20 മഗ്‌രിബിന്റെ ടൈം. എന്നിട്ട് അത് ഷൂട്ട് ആക്കിയില്ല. ഞാനെങ്കിൽ ബേബിയുടെ വ്ലോഗ് ആണെങ്കിൽ ആ കണ്ടിന്യൂഷൻ ഒക്കെ ഞാൻ കൊടലായിരുന്ന ടൈമില് എടുത്തേനെ. ഞാൻ ഞാനപ്പോ ഉറങ്ങിപ്പോയി ഗൈസ്, ഞാൻ ഉറങ്ങിപ്പോയി ക്ഷീണത്തില്. സോനു എങ്ങും ചെയ്തില്ല, മറന്നുപോയി. എന്റെ വ്ലോഗിൽ അപ്പുറത്തത് ഇല്ല. അതായത് ജുമ്മാനല്ല, പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പോയി. കറക്റ്റ് ടൈമില് റഫീക്ക ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ കൊണ്ടത്. അപ്പൊ അവിടെ നിന്ന് കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങി. ഇപ്പൊ ഒരു നല്ല കാറ്റൊക്കെ ഉണ്ട്, ഫുള്ള് വൈബിലാണ്. അപ്പോഴാണ് ഇവിടെ ഫുള്ള് നൊസ്റ്റോ അടിച്ചോണ്ടിരിക്കുന്നത്. സിസ്റ്റേഴ്സ് ഒക്കെ നേരത്തെ കാണിച്ചായിരുന്നു ഇവര് വന്നത്. ഇല്ല, ഞാൻ അപ്പൊ എടുത്തിട്ടില്ല. പറയണ്ടേ, അപ്പൊ അപ്പോഴാണ് നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പെങ്ങന്മാര് 3 പേര് വന്നത്. അതെ, സൈവിനെ കാണാൻ വേണ്ടി വന്നത്. സൈവിനൊക്കെ കണ്ട് ഇവിടെ 2-3 ദിവസം നിന്ന് സൈവിനെ നോക്കി പരിപാലിച്ചിട്ടൊക്കെ പോകുള്ളൂ എന്നാണ് പറയുന്നത്. അതെ, അപ്പൊ ഞങ്ങളിങ്ങനെ പറയണത് ചെറുപ്പത്തിൽ കാര്യം. ഞാൻ രാവിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, ഏത് നൊസ്റ്റോ അടിച്ചത്. അതായത് ഈ സുന്നത്ത് കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ചെറുപ്പത്തിലെ എന്റെ കാര്യം പറഞ്ഞില്ല. അപ്പൊ ഇന്ന് പെങ്ങന്മാരിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയണത്, ഓ ഇവരെയൊക്കെ ഇങ്ങനെ കണ്ടിച്ചിട്ടപ്പോ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. അപ്പോഴാണ് പക്ഷെ ക്യാമറയായിട്ട് നിക്ക് ഇതൊന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് പറ എന്തായിരുന്നു ഇവരെ കൊണ്ടുതന്നെ പറയിപ്പിക്കുക. കുറെ നൊസ്റ്റ് കഥകളൊക്കെ പറയണം. അപ്പൊ അത് ഓർമ്മയുണ്ടോ സംഭവം? എന്നാ സുന്നത്തില്ല കഴിച്ച ടൈമൊക്കെ? ഇതിന്റെയൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. ഇതുപോലെ തന്നെ സുന്നത്ത് കല്യാണം കഴിച്ചിട്ട് വേദന എടുത്തിട്ട് വേദന എടുത്തിട്ട് അനുഭവിപ്പൂസ. പാർട്ടിയുടെ മക്കളുടെ പേരെ പറയണത്. വേദന എടുത്തിട്ട് അനുഭവിപ്പൂസ്. ഭയങ്കര കരച്ചില് പക്ഷേ ഇത് കണ്ടിട്ട് പച്ചക്ക് പേടി. പേടി അല്ല, ഞാൻ അറിഞ്ഞത് എപ്പോഴാ, അതായത് എന്റെ സുന്നത്ത് കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിയണത്. ഞാൻ അറിയണത് ബഷീനെ ചെയ്യുമ്പോ അവരെ ചെയ്തിട്ട് ബഷീനെ കാണിച്ചിട്ടില്ല. അപ്പോഴാ കരച്ചില്. എനിക്ക് അതിൽ എത്ര 3 വയസ്സാ 4 വയസ്സാ ഫാനൊക്കെ ഇല്ലായിരുന്നു ഭയങ്കര. 3 വയസ്സ്. പക്ഷെ എനിക്ക് അത് മറക്കാനാകാത്ത അനുഭവം ആയതുകൊണ്ടിട്ട് എനിക്ക് ഓർമ്മ. അതൊരിക്കലും മറക്കില്ല, മറന്നാൻ വരെ വീശിക്കൊണ്ടിരിക്കുന്നേ ഞങ്ങളെ. അതായത് നമുക്ക് ആ ടൈമിലൊക്കെ എന്താ പറയാ, ഫാനില്ല, ചെറ്റക്കൂടിലാണ്. അതായത് നമ്മള് കറണ്ട് ഉണ്ടായിരുന്നല്ല, കറണ്ട് ഉണ്ടായിരുന്നു. എന്നാലും ഒരു മീൻസ് ഓലക്കൂടില്ലേ, നമ്മുടെ ഈ ഓല വെച്ച് മെയിനുണ്ടാക്കിയ പോരാ, മേലില് ബ്ലാക്ക് ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് കട്ടിലെന്ന് പറയല്ല, കോട്ട് എന്ന് പറയാനില്ല, ഒരു തട്ടടിച്ചിട്ട് അങ്ങനെ കിടത്തിയേക്കണേ. പക്ഷെ ഫംഗ്ഷൻ ആയിട്ടാണ് ഒരു ദിവസം കല്യാണം നടക്കുന്ന പോലെ വലിയ ഫംഗ്ഷൻ പോലെയാണ് നമ്മൾ ചെയ്ത് വെച്ചത്. വലിയ ഫംഗ്ഷൻ, അതാ ഞാൻ രാവിലെ പറഞ്ഞ വലിയ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മറ്റേ ഗ്രാൻഡ് ഫംഗ്ഷൻ വിചാരിക്കണ്ട. ഞങ്ങള് സാധാരണ കാലഘട്ടങ്ങളില് കല്യാണം പോലെ തന്നെ മാർക്കം കഴിക്കുമായിരുന്നു. ചൂടെടുത്തിട്ടും വയ്യാണ്ട് ഞങ്ങള് ഫാൻ അന്വേഷിച്ച് ഇവിടെ പോയി പടിഞ്ഞാറ് അറ്റം പോയി ഫാനും കൊണ്ടുവന്ന് ടേബിൾ ഫാനും ടേബിൾ ഫാനും കൊണ്ടുവന്ന് അല്ല, വീടിന്ന് മിസ്സായ കഥയൊക്കെ കേട്ടായിരുന്നു, അത് പറ. അല്ല, വീടിന് മിസ്സായ അതൊരു സൈഡിൽ ഇങ്ങനെ ഓലിങ്ങനെ ചാർത്തിയുള്ള ഒരു വീടായിരുന്നു. അപ്പൊ ഇങ്ങനെ കല്ല് കെട്ടി പകുതി വരെ കല്ലുള്ളൂ, കല്ല് കയറ്റി കട്ടിയിട്ടില്ല, പകുതി കെട്ടാനുള്ളൊരു ഇതിൽ നിൽക്കായിരുന്നു. ഒരു മിഡ് നൈറ്റ് ബേബിയുടെ കാണാതെ കയറി താമസിച്ച്, മഴ പെയ്തപ്പോ അതിൽ കയറി താമസിച്ച്. അത് ഒരു 11 രാത്രി 2:30 മണി സമയത്ത് കൊച്ചങ്ങട് ബഷീർ ബേബി അപ്പൊ 8ാമത്തെ ആളാണ് ഞാൻ. ബേബി അതുകൊണ്ടാണ് ഞാൻ ബേബി എന്ന് വിളിക്കുന്നത്. 3 വയസ്സുള്ളൂല്ലോ. അപ്പൊ ഞാനെന്തോ ഒരു 10 വയസ്സെന്തും കാണും. അത് ഒരു ഉമ്മച്ച ഒരു 2:30 മണി സമയത്ത് മോളെ കൊച്ചിനെ കാണുന്നില്ല എന്ന് ഉറപ്പാൻ പെട്ടെന്ന് ഡോർ തുറന്ന് പോയി കൊച്ച്. അപ്പൊ നടന്ന് വരുന്ന സീനാ. 2:30 മണി സമയത്ത് ഞാൻ പോയി പൊക്കി എടുത്ത് എന്റെ പൊന്നുമോനെ കൊണ്ടുവരുന്ന സീനായിരുന്നു. സംഭവം മനസ്സിലായി. അതായത് ഈ തട്ടടിച്ചിങ്ങനെ കിടത്തിക്കണല്ലേ. അപ്പൊ ഇങ്ങനെ തട്ട് മീൻസ് ഇതിപ്പോ വീടിന്റെ അതായത് വീടിന് ഫുള്ള് മറ്റേ ഓലപ്പരി വെച്ചുണ്ടാക്കിയ വീടാണ്. അപ്പൊ ഭിത്തി ഇത് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ കിടക്കണമെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉരുണ്ടിട്ട് ഈ ഭിത്തി പൊളിച്ചിട്ട് വീടിന്റെ പുറത്തേക്ക് പോയി രാത്രി 2 മണി 2:30. അപ്പൊ ഉമ്മ നോക്കുമ്പോഴത്തേക്ക് കൊച്ചിനെ കാണാനല്ല, കൊച്ചു അപ്പൊ എല്ലാവരും ഒച്ചപ്പാടും പോകണം, കൊച്ചിനെ കാണാൻ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ പെങ്ങള് ഓടിച്ചൊന്ന് പുറത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ മറ്റേ ഇരുട്ടത്തുനിന്ന് പുറത്ത് നടന്നു. അതൊക്കെയാണ് വീടിന്റെ ഒക്കെ അവസ്ഥ. ഞങ്ങളുടെ അവസ്ഥ പുറത്തുനിന്ന് വല്ല പുറത്ത്. അപ്പൊ താത്ത കണ്ടപ്പോ നെറ്റിപ്പ് അതിന്റെ പോലെ ഒരു വെപ്രാളം ഉണ്ടാവില്ല, പുറത്ത്
പുറത്തേക്ക് പോയല്ലേ, വീടിന്റെ പുറത്തേക്ക് ഇടി മതില് ഇതായിട്ട് പോയല്ലേ. പശീനെ നോക്കണ കുഞ്ഞാ ഭാര്യ വല്ല പട്ടിയും കടിച്ചിട്ട് പോകാൻ ചാടിയാണ് ഇറങ്ങി. പക്ഷെ അങ്ങനെ നമ്മളെ കൊച്ചിനെ പോലെ നമ്മൾ നോക്കണ. അതെപ്പോഴും പറയും അന്ന് കാനൽ വീണിട്ടാ ഈ താത്ത എടുത്തോ. എന്റെ ഇക്കാനെ മുഖത്ത് കയറിയിട്ട് അഷ്റഫിക്കാനെ മുഖത്ത് കയറിയിട്ട് കാണ മീൻസ് എന്താ പറയാ, അതന്നെ അറിയാലോ. കോൺഗ്രസിന് കാണും ചാല് വെള്ളം പോണ അഴുക്ക് വെള്ളം പോണ ചാല്. അപ്പൊ അത് പുതുതായിട്ട് പണിതോണ്ടിരിക്കണുള്ളൂ ഞങ്ങളുടെ അവിടെ റോഡ് സൈഡില്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എഡ്ജിൽ കൂടെ ഇങ്ങനെ കാല് വെച്ച് എന്നെ മുതുകത്ത് കയറ്റി നടന്ന കാല് സ്ലിപ്പായി പോയിക്കാണ്. അപ്പൊ ഞാൻ നേരെ വീണത് ഈ കാണാൻ്റെ ഉള്ളില്. എന്താ പറയുക, വെള്ളമൊന്നുമില്ല, വേസ്റ്റ് വെള്ളം മേടിക്കണ്ട, അതൊന്നുമില്ല, ഡ്രൈ ആണ്. അപ്പൊ തല ഈ കാണുന്ന വക്കിൽ അടിച്ചു കൊണ്ടിട്ട് തലയുടെ ബാക്കിൽ ഒരു പീസ് പോയി 4 സ്റ്റിച്ച്. അപ്പൊ നേരെ ബാത്റൂമിലായിരുന്നു. ബാത്റൂമിൽ കയറിയിട്ട് അപ്പൊ തന്നെ ചാടി ഇറങ്ങി. രണ്ടിലും പോണതായിരുന്നു. പെട്ടെന്ന് ചാടി ഇറങ്ങി വെച്ച് കൊച്ചിനെ പോയി എടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ ചോര പാർന്നു. ചോര കുളിച്ചിരിക്കണ എന്നെ കൊണ്ടിട്ട് ഒരു 2-2.5 കിലോമീറ്ററോളം താത്ത ഹോസ്പിറ്റലിൽ വരെ ഓടി. പറയുമല്ലോ ആ കാര്യം. കാരണം പെങ്ങന്മാരൊക്കെ വരുന്നത് 8 മക്കളല്ലേ, 8ാമത്തല്ലേ പൂവിക്കാന്നുള്ളു. താത്തക്ക് അപ്പൊ എത്ര വയസ്സുണ്ടാവും? അപ്പൊ താത്ത എടുത്തിട്ട് 2-2.5 കിലോമീറ്ററോളമാണ് ഓടിയത് ഹോസ്പിറ്റലിലേക്ക്. ചോര ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കണം, കരഞ്ഞോണ്ട് ഓടിയത്. ആ ഓടിച്ചതിന്റെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് സ്റ്റിച്ച് ഒക്കെ ഇട്ട് 4 സ്റ്റിച്ച് 5 സ്റ്റിച്ച് ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ചെറുപ്പത്തിന്റെ കഥകൾ പറയാൻ. അടങ്ങി വീട്ടിലിരുന്നൂടെ, അടങ്ങി വീട്ടിലിരുന്നൂടെ, എന്ത് കുറുത്തക്കേടാണ് പൊക്കിക്കൊണ്ടേ കാണാൻ വേണോയിട്ടല്ലേ അത്. നമ്മളെ പിന്നെ വീടിന്റെ ഇപ്പുറത്തെ സൈഡിൽ വലിയൊരു കണ്ടം പോലെ കിടക്കണാണ്. നമ്മളെ ഉമ്മയും നമ്മളെല്ലാരും കൂടി പോയിട്ട് ആ റോട്ടിലെ ചവറൊക്കെ അടിച്ചിട്ട് വന്നിട്ട് അവിടെ അതിൽ പശിയും അനീഫ് അശ്രവൊക്കെ പോയി ഉരുണ്ടി എന്നിട്ട് ആ ചവറ് ഒന്ന് അടിച്ചടിച്ച് കൊണ്ടു ഡെയിലി പോയി അടിച്ചു കൊണ്ടിട്ട് ആ ചവറ് ഇട്ടിട്ട് പൂക്കി അത് ഉരുണ്ട് കൊച്ചു നിരങ്ങി പോയി വീഴുമായിരുന്നു. അങ്ങനെ വന്ന വെള്ളമുള്ള സമയഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഭയമായിരുന്നു കൊച്ചു നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ എങ്ങനെ നികത്തിന്ന് അറിഞ്ഞൂടാ. ചവറും മണ്ണൊക്കെ വാരിയിട്ട് ഉമ്മച്ചി തന്നെ വെണ്ണം ഉണ്ടെങ്കിലും അത് പോയി അത് വാരി കൊണ്ടുവന്നിട്ട് ഒരു ഭയമായിരുന്നു. അതായത് ഞങ്ങൾ ചെറുപ്പത്തില് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ ഒരുപാട് കഷ്ടതകളിൽ നിന്നായിരുന്നു. അതാണ് പറഞ്ഞു പറ്റുന്നത്. അതാണ് ആ ഒരു കഥകളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ പറയാനാണെങ്കിൽ കൊറേ ഉണ്ട്. ഇനി അപ്പൊ കുറച്ചൊക്കെ ഞാൻ കേക്കട്ടെ, നിങ്ങൾ കേട്ടാ മതി. ഇപ്പൊ ഇത്ര തൽക്കാലം 3-4 സ്റ്റോറി. അപ്പൊ ഇന്ന് ഇവരെല്ലാരും നിക്കും. അപ്പൊ നമുക്ക് പൊളിക്കണം. ഇതുവരെ ദാദിടുത്ത് കളിക്കണായിരുന്നല്ലോ ഇവിടെ ഇരുന്ന് ബോളില്. ഇപ്പൊ ഉമ്മിനെ ഓടുമെന്ന് പറഞ്ഞ് ദാദിന്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞ ഇതുവരെ ഇരുന്നിട്ട് ദാദിടുത്ത് കളിക്കണുണ്ട്. അമ്പേനോ മിൽക്ക് തരോ മിബ. നല്ല കാറ്റ് കേട്ടോ, അടിപൊളി അറ്റ്മോസ്ഫിയർ ഗൈസ്. അങ്ങനെ ഞാൻ മേള് വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മളെ ബ്രേവ് ബോയില് ഇവിടെ സോഫയിലൊക്കെ ഇരിക്കുന്നുണ്ട്. എന്ത് ബ്രേവാണ്. അടുത്തത് അപ്പോ സൈഗോ, ഹൗ യു ഫീലിംഗ് നൗ? കുഴപ്പമില്ല, ഓക്കെ ആണ് അല്ലെ? ഫുഡ് കഴിച്ചാ? ഡിന്നർ കഴിക്കണ്ടേ? എന്ത് കഴിക്കും? ചിക്കൻ കറി ഉണ്ട്, ബിരിയാണി ഉണ്ട്, ചോറുണ്ട്. എന്ത് കഴിക്കാനാ തോന്നണേ? ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, ബിരിയാണി കഴിക്കാട്ടാ. ഇവിടേക്ക് തന്നെ മതിയാ? വാഴി തന്നാ മതിയല്ലേ? അപ്പൊ സൈഗിന് ബിരിയാണിയാണ് കഴിക്കണേ. എന്റെ മുത്തിന് വേണ്ടേ? ചോച്ചു വേണ്ട. ഇവന് മേളിലായിരുന്നു, എന്റെ കൂടെ ആയിരുന്നു. ചെറിയൊരു ഡംബിൾസ് ഒക്കെ എടുത്ത് കാലിലൊക്കെ ഇട്ട് 1.5 അപ്പോൾ ബേബിയുടെ വർക്കൗട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്നെ കഴിഞ്ഞ് ഞാൻ സ്റ്റെപ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ബിക്കോസ് ഗസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് ഡിന്നർ കഴിച്ച് ലെറ്റ്സ് വാച്ച് മൂവി റൈറ്റ്. ബേബി ടോൾഡ് സോന എന്നെ വിട്ട് കഴിക്കാൻ പോകണം. എന്നാലും സൈഗുന് ഞാൻ വാരി കൊടുക്കാൻ, ഉച്ചക്ക് ആദ്യം വാരി കൊടുക്കാൻ. ഫുള്ള് മുതലാക്കണേ. അതിനെക്കണ്ട വലിയ മുതലാക്കല് കേൾക്കണം. എന്താ വേണ്ട? ചോറ് വേണോ, ചിക്കൻ കറി വേണോ, ബിരിയാണി വേണം? ഇപ്പൊ എന്തായാലും സൈഗു ബിരിയാണി കഴിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞു. നാളെ ഞാൻ സൈഗുന് എന്ത് വേണം ഞാൻ അത് ഓർഡർ ആക്കി കൊടുക്കും. ഓർഡർ ചെയ്യാന്ന്. നാളെ ഞാൻ ഓർഡർ ചെയ്ത് തരാം. മന്തി. ഇപ്പൊ കൈൻഡ് ഓഫ് ഫുഡ് ഉണ്ടല്ലോ സൈഗു ഇവിടെ. ഓക്കെ, ബിരിയാണി. അപ്പൊ ഇപ്പൊ ബിരിയാണി കഴിക്കുമല്ലോ സൈഗു. നാളെ ഞാൻ മന്തി ഓർഡർ ആക്കി തരാം. ഉച്ചക്കാണോ വേണ്ടേ മന്തി? ഉച്ചക്ക് നമുക്ക് ഓർഡർ ആക്കാം നാളെ. ഓക്കെ, മന്തി. ഓന്റെ ബേബി, ചക്കര ബേബി, ഉമ്മയുടെ മുത്ത്, ഉമ്മയുടെ ചക്കര മോനെ, ഉമ്മയുടെ ബയ്യ, ഉമ്മയുടെ കുഞ്ഞി. ആടാ സുഖിച്ചോ?
ബേബി ഗുഡ് ബോയ് ആണ് സൈക്കോ. സ്വന്തം ചോറ് കൊടുക്ക അവിടെ. അപ്പോ നമ്മുടെ നാത്തൂൻസ് ഒക്കെ കുഞ്ഞുവാവേ, അടുത്ത കുഞ്ഞുവാവേ. ആദ്യം തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരു വാരി കൊടുക്കല്, എനിക്ക് മാത്രം വാരി തരാനില്ല. റിച്ചുനെ കാണിച്ചിട്ടുള്ളായിരുന്നു വ്ളോഗില്. റിച്ചു കഴിക്കണ്ട്. ബിരിയാണി ഒക്കെ കഴിച്ചാ? മാളിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോ വന്നായിരുന്നു. കഴിച്ചോ. അപ്പൊ ഡിന്നറൊക്കെ കഴിച്ച് നമുക്ക് മൂവി കണ്ടാല രാത്രി. എല്ലാരും ഒന്നിച്ച് ഒരു മൂവി കാണാം. ഞാനും എബുനും കൊടുത്തിട്ട് ഞാനും കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാരും വൈബിലാണ്. സോ ഇനി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മൂഡും എനിക്കില്ല. അപ്പോൾ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ.